കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഏതാണ്ട് 19.80 ലക്ഷം ജനങ്ങളുള്ള ജില്ലയിൽ 14,98,824 വോട്ടർമാരാണ് ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലുള്ളത്. 2011 ശേഷമാണ് 9 മണ്ഡലങ്ങളായി കുറഞ്ഞത്. അതിനു മുമ്പ് ഡീലിമിറ്റേഷൻ 2008 ഡീലിമിറ്റേഷന് മുൻപ് 10 മണ്ഡലങ്ങളുള്ള ജില്ലയായിരുന്നു കോട്ടയം. പൊതുവേ കോട്ടയം മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ്. ആ മുൻതൂക്കമുള്ള ജില്ലയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരള കോൺഗ്രസിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഏത് മുന്നണിയുടെ ഭാഗമാണോ നിലകൊണ്ടിട്ടുള്ളത് അതിനനുസരിച്ച് കൊണ്ടാണ് ആ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം നമുക്ക് കാണാൻ കഴിയുക. 2021 തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറുന്നത്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 2016 കേരള കോൺഗ്രസ് മാണി വിഭാഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ഓരോ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പാല മണ്ഡലം 1967 രൂപീകരിക്കപ്പെട്ട മണ്ഡലമാണ് പാല. 1967 മുതൽ 2016 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് കേരള കോൺഗ്രസ് നേതാവ് KM മാണി വിജയിച്ചു വന്ന മണ്ഡലമാണ്. KM മാണി വിവിധ മുന്നണികൾ, ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടും അവിടുന്ന് വിജയിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം KM മാണിയുടെ നിര്യാണത്തിന് ശേഷം 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഒരു അട്ടിമറി വിജയം പാലയിൽ നടക്കുന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള NCPയുടെ മാണി സി കാപ്പൻ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മാറുകയും ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ KM മാണിയുടെ മകൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് ഒരു അട്ടിമറി വിജയമായിരുന്നു. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കാൻ, ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരികയും മാണി സി കാപ്പൻ ഇടതു മുന്നണി സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഐക്യമുന്നണിയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ മാണി സി കാപ്പൻ 2021 ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ജോസ് കെ മാണി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിലനിൽക്കുകയും ചെയ്തു. പക്ഷേ 2021 കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം പാലയിൽ നിന്നുണ്ടായി. മാണി സി കാപ്പൻ തന്നെ അവിടെ വിജയിച്ചു. മാണി സി കാപ്പൻ LDFിലെ ജോസ് കെ മാണിയെ 15,378 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് പാല എന്ന് പറയുന്നത് KM മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2019 ബൈ ഇലക്ഷനിൽ അതുപോലെ 2021 ഇലക്ഷനിലും മാണിയുടെ മകൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയുടെ പരാജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2026 ഇലക്ഷനിൽ ജോസ് കെ മാണി തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാണി സി കാപ്പൻ തന്നെയാണ് ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ കൂടിയ ഷോൺ ജോർജ് രംഗത്തുണ്ട്. പാലയിൽ ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി മാറുകയാണ്. പ്രത്യേകിച്ചും മാണി സി കാപ്പൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പാലയിൽ നിന്ന് ജയിച്ചു വന്ന ശേഷം മണ്ഡലത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ള ആരോപണം ജനങ്ങളുടെ ഇടയിൽ കൂടുതലായി വളർന്നു വന്നൊരു പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിക്ക് വിജയസാധ്യതയുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും മാണി സി കാപ്പൻ എന്ന് പറയുന്ന നേരത്തെയുള്ള ജനപ്രതിനിധി ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഈ പാല തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ മുൻതൂക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർവഹത്തിൽ ജോസ് കെ മാണിക്കൊണ്ട് 2 പേർക്കും ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ് പാല. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. തൊട്ടടുത്ത മണ്ഡലമാണ് കടുത്തുരുത്തി. കടുത്തുരുത്തിയും കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള പ്രദേശമാണ്. UDFിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. മോൻ ജോസഫാണ് അവിടുത്തെ MLA. മോൻ ജോസഫ്
ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടും അതുപോലെ ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടും കടുത്തുരുത്തി നിന്ന് വിജയിച്ചിട്ടുണ്ട്. 2021 UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മോൻസ് ജോസഫ് അവിടുന്ന് ജയിച്ചു വരുന്നത്. സ്റ്റീഫൻ ജോർജിനെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ സ്റ്റീഫൻ ജോർജിനെ 4200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോട് കൂടെ വന്നതിന് ശേഷം കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് കുറച്ചും കൂടി സ്വാധീനമുള്ള മണ്ഡലമായി മാറുകയാണ്. പക്ഷേ മോൻസ് ജോസഫ് എന്ന ജനപ്രതിനിധിയുടെ സ്വാധീനത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് വിജയിക്കുകയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് വന്നതുകൊണ്ട് കടുത്തുരുത്തിക്ക് രണ്ട് മുന്നണിക്കും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കുറി 2026 തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫ് തന്നെയാണ് ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പുതിയൊരു സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. സുരേഷ് ഇട്ടിക്കുന്നൽ എന്ന് പറയുന്ന BDJSൻ്റെ പുതിയ സ്ഥാനാർത്ഥി അവിടെ മത്സരരംഗത്തെത്തിക്കുന്നു. കടുത്തുരുത്തി മണ്ഡലം UDFിൻ്റെ കൈവശമുള്ള മണ്ഡലമാണ്. മോൻസ് ജോസഫിൻ്റെ മണ്ഡലമാണ്. മോൻസ് ജോസഫ് അവിടെ വിജയിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഐക്യമുന്നണി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു പ്രദേശം എന്ന രൂപത്തിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൈവിട്ടുപോയ മണ്ഡലം എന്ന രൂപത്തിൽ നിർമ്മല ജിമ്മിയിൽ കൂടി വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഇടതുപക്ഷ മുന്നണിയും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം മണ്ഡലം വളരെ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. വൈക്കം മണ്ഡലത്തിന് 1957 മുതലുള്ള മണ്ഡലമാണ്. എല്ലാ തിരഞ്ഞെടുപ്പിലും അവിടുന്ന് വിജയിച്ചത് CPI ആണ്. 1957 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടുന്ന് CPI പരാജയപ്പെടുന്നത്. അവിടെ വൈക്കം സത്യാഗ്രഹ സമരസേനാനിയും SN ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായിരുന്ന KR നാരായണൻ, 1991 K ബാലകൃഷ്ണനും, ഇവർ രണ്ടുപേരും മാത്രമാണ് CPI അല്ലാത്ത രണ്ടുപേർ മണ്ഡലത്തിൽ വിജയിച്ചത്. പിന്നീട് അവിടുന്ന് വിജയിച്ചവരെല്ലാം തന്നെ CPIയിലെ PS ശ്രീനിവാസനുണ്ട്, MK കേശവനുണ്ട്, PK രാഘവനുണ്ട്, P നാരായണനുണ്ട്, അവസാനം K അജിത്ത് ഉണ്ട്. പിന്നീട് CK ആശ അവിടുന്ന് മത്സരിച്ച് വിജയിക്കുകയാണ്. CPIയുടെ പ്രതിനിധിയായിട്ട് മണ്ഡലത്തിൽ ജയിച്ച അജിത്താണ് ഈ അടുത്ത കാലത്തായിട്ട് BJPയിൽ ചേരുകയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വൈക്കത്ത് ഇക്കുറി മത്സരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ 2021 CPIയുടെ CK ആശ കോൺഗ്രസിലെ PR സോണയെ 29,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വൈക്കം മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അനുകൂല മണ്ഡലമായിട്ടാണ് വൈക്കത്തെ പരിഗണിക്കുന്നത്. അതിൻ്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 29,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CK ആശ അവിടെ വിജയിക്കുന്നത്. BJPക്ക് അവിടെ 4% അടുത്ത് താഴെയായിരുന്നു 2011 മുമ്പ് വരെ. അവിടെ 2011 4% വോട്ടാണ് BJPക്ക് വൈക്കത്ത് ലഭിച്ചത്. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിലാണ് വൈക്കത്ത് BDJ സ്ഥാനാർത്ഥിയിൽ കൂടി BJP മുന്നണിക്ക് 28% വോട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് 2016 തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു സൂചകം കണക്കാക്കി കഴിഞ്ഞാൽ BJPക്ക് ഒരു 25% അടുത്തുള്ള വോട്ട് ലഭിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായി വൈക്കം മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP മുൻ MLA കൂടിയായിട്ടുള്ള CPIയുടെ നേതാവ് കൂടിയായിരുന്ന K അജിത്തിനെ കൂടി BJPയുടെ സ്ഥാനാർത്ഥിയായി മാറ്റിക്കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വൈക്കത്ത് സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന് തയ്യാറായിരിക്കുന്നത്. എങ്കിലും അവിടെ CPIയുടെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അടിത്തറയുള്ളൊരു മണ്ഡലം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശമുള്ള മണ്ഡലം, അവിടെ 2026 പുതിയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് CPI. P പ്രദീപാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ ബിനിമോൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ K അജിത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുന്ന ഒരു മണ്ഡലമായിട്ടാണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വൈക്കത്തെ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റുമാനൂർ 1957 മുതലുള്ള മണ്ഡലമാണ്. ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്നത് പൊതുവെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈവശമുണ്ടായിരുന്ന മണ്ഡലമാണ്. അവർ ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. പലപ്പോഴുമായിട്ട് കേരള കോൺഗ്രസ് EJ ലൂക്കോസ്, തോമസ് ചാഴിക്കാടൻ, അതുപോലെ തന്നെ തോമസ് ചാഴിക്കാടൻ 4 തവണയാണ് വിജയിച്ചത്. ജോസഫ് ജോർജ് കോൺഗ്രസിൻ്റെ, PP വിൽസൺ ജനതാ പാർട്ടിയുടെ PBR പിള്ള, അതുപോലെ CPMൻ്റെ വൈക്കം വിഷൻ,
സുരേഷ് കുറുപ്പ് എന്നിവർ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചവരാണ്. രണ്ട് മുന്നണിക്കും എതിരായിട്ട് സ്വതന്ത്രമായി മത്സരിച്ച ജോർജ് ജോസഫ് പൊടിപ്പാറയാണ് 1987 ഏറ്റുമാനിൽ നിന്ന് വിജയിച്ചത്. 2014 BJP മുന്നണി മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് UDFിൻ്റെ വോട്ട് വിഹിതത്തിൽ വലിയ തരത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 20% വോട്ട് 2016 ഏറ്റുമാനൂരിൽ BJP നേടിയിട്ടുണ്ട്. 2021 കേരള കോൺഗ്രസിലെ പ്രിൻസ് ലോക്കേഴ്സിന് 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് VN വാസവൻ പരാജയപ്പെടുത്തുന്നത്. VN വാസവൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, കേരളത്തിലെ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ ഇടപെടലുകൾ, ഇതൊക്കെ അനുകൂല ഘടകമാണ് VN വാസവന്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നണി വെച്ചു പുലർത്തുന്നത്. അവിടെ നാട്ടകം സുരേഷാണ് കോൺഗ്രസിൻ്റെ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആതിര D നായർ എന്ന് പറയുന്ന 2020 സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സര രംഗത്തുള്ളത്. ഇടതുപക്ഷ മുന്നണി വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റുമാനൂർ ഉള്ളത്. എങ്കിലും ഐക്യജനാധിപത്യ മുന്നണി കോട്ടയത്ത് നാട്ടകം സുരേഷിലെ കൂടി അത് തിരിച്ചുപിടിക്കാൻ സാധിക്കും, പഴയകാല സ്വഭാവത്തോടുകൂടി ഏറ്റുമാനൂരിനെ തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. കോട്ടയം നഗരത്തിലുള്ള മണ്ഡലമാണ്. കോട്ടയം 1957 മുതലുള്ള മണ്ഡലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യകാല നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണ്. കോട്ടയം ബാസി കോൺഗ്രസിലെ MP ഗോവിന്ദൻ നായർ, AK ജോർജ് CPMലെ, M തോമസ് CPMലെ, PP ജോർജ് CPI, KM അബ്രഹാം CPM, ശ്രീനിവാസൻ SRP, 87, 91, 96 TK രാമകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് കോട്ടയം. അതുപോലെ VN വാസവൻ അവിടുന്ന് 2006 VN വാസവൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPMനും വിജയിക്കാൻ സാധിച്ച മണ്ഡലമാണ്. പക്ഷേ 2008 ഡീലിമിറ്റേഷന് ശേഷം കോട്ടയം മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വഭാവം മാറിയിട്ടുണ്ട്. 2011 മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടെ 3 തവണയും വിജയിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചു വരുന്നത്. 2021 കോൺഗ്രസിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ CPMലെ K അനിൽകുമാറിനെ 18,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ഇക്കുറിയും ഇതേ 2 പേര് തന്നെയാണ്, അനിൽകുമാറും CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അനിൽകുമാറും, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മണ്ഡലത്തിൽ ഏറ്റുമുട്ടുകയാണ്. BDJSൻ്റെ അനിൽകുമാർ അവിടെ മൂന്നാം NDAയുടെ മുന്നണിയുടെ ഭാഗമായി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കാലമായിട്ട് കോട്ടയം മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന ജനപ്രതിനിധി രൂപത്തിൽ, സജീവമായിട്ട് കോട്ടയത്തിൽ ഇടപെടുന്ന ജനപ്രതിനിധി രൂപത്തിൽ വിജയിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഐക്യമുന്നണിക്കുള്ളത്. അനിൽകുമാർ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു. ഇക്കുറി ഒരു ഏറ്റുമുട്ടൽ രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിൽ വിജയിച്ചു വരാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. കോട്ടയം ജില്ലയിലെ കോട്ടയം മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് അവർ പരിഗണിച്ചു വരുന്നത്. പുതുപ്പള്ളി അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. 1957 മണ്ഡലം രൂപീകരിച്ചത്. 1957-ലും 60-ലും കോൺഗ്രസിലെ PC ചെറിയാൻ വിജയിച്ചതിന് ശേഷം 1967 സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് CPM സ്ഥാനാർത്ഥി EM ജോർജ് അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ 1967 സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് EM ജോർജ്, CPMൽ EM ജോർജ് അവിടുന്ന് വിജയിച്ചതിന് ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ കാണുന്നത് ഉമ്മൻചാണ്ടി, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള 1970 മുതൽ ഉമ്മൻചാണ്ടിയാണ് അവിടുന്ന് വിജയിച്ചു വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം എന്നുള്ള രൂപത്തിലാണ് പുതുപ്പള്ളി അറിയപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഐക്യമുന്നണിക്ക്, കോൺഗ്രസ്സിന് എന്നും വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമായിട്ട് പുതുപ്പള്ളിയെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നതാണ്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം 53 വർഷത്തോളമാണ് ഉമ്മൻചാണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2023 അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം നടന്ന ബൈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിക്കുന്നു. ചാണ്ടി ഉമ്മൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ബൈ ഇലക്ഷന് ജയിച്ചു വരികയാണ്. പിന്നീട് 2026 തെരഞ്ഞെടുപ്പിലും ചാണ്ടി ഉമ്മൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുള്ളത്. KM രാധാകൃഷ്ണനാണ് CPM സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പുതുപ്പള്ളിയിൽ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ മണ്ഡലമാണ്. ഐക്യമുന്നണി വിജയിക്കുന്ന
ഏറ്റവും ഉറപ്പുള്ളൊരു മണ്ഡലമായിട്ടാണ് പുതുപ്പള്ളിയെ നമുക്ക് പരിഗണിക്കാൻ കഴിയുക. ചങ്ങനാശ്ശേരി മണ്ഡലം ഇതുപോലെ തന്നെ ഐക്യമുന്നണിയുടെ സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം 2021 ഇടതുമുന്നണിയുടെ ഭാഗമായ ശേഷമാണ് ചങ്ങനാശ്ശേരി ഒരു രണ്ട് മുന്നണിക്കും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി മാറുന്നത്. 2020 വരെ നമുക്കറിയാം അവിടെ നിന്ന് ജയിച്ചു വന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് CF തോമസ് ആണ്. ഏതാണ്ട് 40 വർഷത്തോളം അദ്ദേഹം മണ്ഡലത്തിലെ ജനപ്രതിയാണ്. ചങ്ങനാശ്ശേരി മണ്ഡലം എന്നത് CF തോമസിലെ കൂടിയാണ് അറിയപ്പെടുന്നത്. CF തോമസ് 2020 മരണപ്പെടുന്നത്. 2020 അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് 2021 തെരഞ്ഞെടുപ്പിൽ ആ സമയമാകുമ്പോഴേക്കും കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു അനിശ്ചിതത്വമുള്ള ഒരു സ്ഥിതിയായിരുന്നു ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിട്ടുള്ളത്. അത് CF തോമസ് ഇല്ല, മാണി കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് ആര് വിജയിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു 2021 ചങ്ങനാശ്ശേരി. പക്ഷേ 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ജോബ് മൈക്കിള് VJ ലാലിയെ 6000ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തത്. ഇക്കുറി 2026 തെരഞ്ഞെടുപ്പിലും ജോബ് മൈക്കിൾ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. വിനു ജേക്കബാണ് പുതിയ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഐക്യമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. B രാധാകൃഷ്ണ മേനോൻ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. ജോബ് മൈക്കിൾ കഴിഞ്ഞ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ജയിച്ചു വന്നു എന്നുള്ളതും 6000ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി എന്നുള്ളതും കൊണ്ട് ഇക്കുറി ജോബ് മൈക്കിളിന് വീണ്ടും വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. എങ്കിലും ചങ്ങനാശ്ശേരി മണ്ഡലം കോട്ടയത്ത് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, രണ്ടുപേർക്കും ഒരേ വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. ഐക്യമുന്നണി ഇക്കുറി പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ ലിസ്റ്റിലാണ് ചങ്ങനാശ്ശേരി ഉള്ളത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം 1957 രൂപീകരിച്ചത്. 1957 60 കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ്. 1967 87 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച മണ്ഡലമാണ്. 2006 ലെഫ്റ്റിൻ്റെ സ്വതന്ത്രനായിട്ട് അൽഫോൺസ് കണ്ണന്താനം വിജയിച്ച മണ്ഡലമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വിഭാഗം ഏത് മുന്നണിയുടെ ഭാഗമാണ്, പ്രബല വിഭാഗം ഏത് മുന്നണിയുടെ ഭാഗമാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാഞ്ഞിരപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംഭവിച്ചത്, അതിനു മുമ്പൊക്കെ തന്നെ 40% വോട്ട് നേടിയ LDF 2020 മാണി വിഭാഗം LDFിലോട് വന്നതോടുകൂടി ആ വോട്ട് വിഹിതം 44% വർദ്ധിപ്പിക്കുകയാണ്. 40% 44% വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇടതുമുന്നണിക്ക് വിജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലമാണ്. അവിടെ കാലാകാലമായിട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് N ജയരാജനാണ്. 2011 ശേഷം നമ്മളെടുത്തു കഴിഞ്ഞാൽ N ജയരാജനാണ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. N ജയരാജൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവാണ്. 2026 N ജയരാജ് തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,000ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് 2021 കോൺഗ്രസിലെ ജോസഫ് വാഴക്കനെ പരാജയപ്പെടുത്തി. ജോസഫ് വാഴക്കനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 13,000ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് പരാജയപ്പെടുത്തത്. 2026 N ജയരാജ് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു. പുതിയ സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ പുതിയതായിട്ട് രംഗത്ത് വന്ന സ്ഥാനാർത്ഥി റോണി K ബേബിയാണ് സ്ഥാനാർത്ഥി. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോർജ് കുര്യൻ രംഗത്തുണ്ട് എന്ന് കാണാൻ കഴിയും. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം N ജയരാജന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. ജയരാജൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടയത്ത് നിലനിർത്താൻ പറ്റുന്ന ഒരു മണ്ഡലത്തിൻ്റെ ലിസ്റ്റിൽ കാഞ്ഞിരപ്പള്ളിയെ ഉൾപ്പെടുത്താൻ പറ്റും. പൂഞ്ഞാർ മണ്ഡലം 1957 തൊട്ടുള്ള മണ്ഡലമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങൾ പ്രവർത്തിക്കുകയും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന PC ജോർജിൻ്റെ ഒരു വ്യക്തിപരമായ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പൂഞ്ഞാർ. PC ജോർജ് പല ഘട്ടങ്ങളിലും പല മുന്നണിയുടെ ഭാഗമായി പോയ നേതാവാണ്. ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്, ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ സമീപ കാലങ്ങളിൽ BJPയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് PC ജോർജിന് ആ മണ്ഡലത്തിൽ ഒട്ടേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ.
ഈ കേരള കോൺഗ്രസിൻ്റെ KM ജോർജ് 1967-ലും 1970-ലും വിജയിച്ച മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. അതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു വിവിധ ഗ്രൂപ്പുകൾക്ക്, വിവിധ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന രൂപത്തിൽ പൂഞ്ഞാറിൽ നേരത്തെ PC ജോർജ് ആയിരുന്നു അതിൻ്റെ അകത്ത് പല ഘട്ടങ്ങളിൽ വിജയിച്ചു വന്നത്. പക്ഷേ 2021-ൽ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ 30% വോട്ട് നേടിയ PC ജോർജ് സ്വതന്ത്രമായിട്ട് മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് 30% വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ പരാജയപ്പെടുത്തുകയുണ്ടായത്. കേരള ജനപക്ഷം സെക്കുലർ എന്ന് പറഞ്ഞ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം PC ജോർജ് മത്സരിച്ചത്. 16,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ അവിടെ വിജയിച്ചു വന്നത്. ഈ 2026 തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് പൂഞ്ഞാർ PC ജോർജിൻ്റെ വോട്ട് എത്രത്തോളം PC ജോർജ് വോട്ട് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ജനവിധി. എങ്കിലും സെബാസ്റ്റ്യൻ കളത്തുങ്കൽ ഇപ്പോഴത്തെ ജനപ്രതിനിധിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കോട്ടയം ജില്ലയിൽ സൂചിപ്പിച്ച പോലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു മേൽക്കൈ ഉള്ള ഒരു ജില്ലയാണ്. 9 മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 5 മണ്ഡലങ്ങൾ LDFിൻ്റെ കൂടിയും 4 മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടിയുമാണ്. 5-4 എന്ന് പറയുന്ന ഈ ഒരു ശക്തി LDFിന് 5-ഉം 4 UDFിനും ലഭിച്ചത് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി LDFിന് ഈ മണ്ഡലങ്ങൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന UDFിന് ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കോട്ടയത്ത് വിജയിച്ചു വരേണ്ടതുണ്ട്. ഏതായാലും കോട്ടയം മണ്ഡലം രണ്ട് മുന്നണിക്കും ഒരേ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന ജില്ലയാണ്.